ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്നും DHSC സെക്കൻഡ് ഇയേഴ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. സോഷ്യൽ കൺട്രോൾ എന്നാണ് ടോപ്പിക്കിന്റെ പേര്. നമുക്കറിയാം, സൊസൈറ്റിയിൽ നമുക്ക് കുറച്ച് കൺട്രോൾ നമ്മുടെ മേലുണ്ടല്ലേ. അത് ചെയ്യണം, അത് ചെയ്യരുത്, ശരിയും തെറ്റും ഒക്കെ സോഷ്യൽ നോബ്സ് വഴി, സൊസൈറ്റിയുടെ കുറച്ച് സെറ്റിങ്സ് വഴിയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറച്ച് സോഷ്യൽ കൺട്രോൾസും അതിന്റെ ടൈപ്സും ഡിഫറൻസിയേഷനും ഒക്കെയാണ്. ഇച്ചിരി ഉണ്ട്, അതായത് ഹെഡിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇത്തിരി പഠിക്കാനുണ്ട്. എന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഡെഫിനിഷൻ ആണ്: സോഷ്യൽ കൺട്രോൾ റെഫേഴ്സ് ടു ദ കൺട്രോൾ ഓഫ് സൊസൈറ്റി ഓവർ ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിന്റെ മേൽ സൊസൈറ്റി കൊടുക്കുന്ന ഒരു കൺട്രോളിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. സോഷ്യൽ കൺട്രോൾ ആർ ആൾ ഇൻ ദ വേസ് വിച്ച് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. സോഷ്യൽ നോംസിൽ നമ്മൾ മെമ്പേഴ്സ് എന്ന നിലയിൽ, ഒരു സൊസൈറ്റിയിലെ ഒരു അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ സോഷ്യൽ നോംസിനെ കുറച്ച് റെസ്പെക്ട് ചെയ്യണം. നമുക്ക് കുറച്ച് ശരിയും തെറ്റും നല്ലതും എല്ലാം നമുക്ക് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ അവയർനെസ്സിലൂടെ നമുക്ക് കിട്ടുന്നു. അതിനാണ് ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് എന്തിന് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് നെസസറി ഇൻ ഓർഡർ ടു ഹാവ് ഡിസൈഡ് ബിഹേവിയർ. നമുക്കറിയാം, ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള സ്വഭാവമാണ്. അവർക്ക് എന്താ, ചിലർക്ക് വയലന്റ് ബിഹേവിയർ ആണ്, ചിലർക്ക് മീൻസ് നോട്ട് എ ഗുഡ് ഇന്റൻഷനിലുള്ള ബിഹേവിയർ ഒക്കെ കാണും. അപ്പൊ അങ്ങനെയുള്ള ബിഹേവിയറിനെക്കാളും, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിഹേവിയറിനെക്കാളും സോഷ്യൽ ക്വാളിറ്റീസിൽ വെച്ച് നമുക്ക് എങ്ങനെ ഒരു നല്ല ബിഹേവിയറിൽ എത്താം, സോഷ്യൽ ക്വാളിറ്റീസ് കൊണ്ട് എങ്ങനെ ഒരു ബിഹേവിയർ മൗൾഡ് ചെയ്ത് ഒരു സൊസൈറ്റിയിലെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് ജീവിക്കാം എന്ന് നമുക്ക് സൊസൈറ്റി കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കുറച്ച് ക്ലാസിഫിക്കേഷൻസിലൊക്കെ പോകുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസിഫിക്കേഷൻസ് എവിടെയാണ്? നേച്ചർ ഓഫ് സോഷ്യൽ കൺട്രോൾ. എന്താണ് സോഷ്യൽ കൺട്രോളിന്റെ നേച്ചർ എന്ന് നോക്കാം. സോഷ്യൽ കൺട്രോൾ ഡിനോട്ട്സ് സം കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ്, ലൈക്ക് ഒരു പബ്ലിക് ഒപ്പീനിയൻ ആയിരിക്കാം. സൊസൈറ്റി പറയാണ്, ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഒന്നും പോകില്ല, ബൈക്കിൽ ഇത്രയൊന്നും സ്പീഡിൽ പോകരുത് എന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അപകടം ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ആകാം. റിലീജിയസ് ബേസിസിലാവാം. മൊറാലിറ്റി, ഐഡിയോളജി, ലീഡർഷിപ്പ്, ലോ, നിയമമൊക്കെ ഒരു നല്ല സോഷ്യൽ കൺട്രോൾ ആണ് കേട്ടോ. നല്ലൊരു എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. അപ്പോ സോഷ്യൽ കൺട്രോളിന്റെ ഇത് എങ്ങനെ, ഇത് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സോഷ്യൽ കൺട്രോളിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാവാം. പിന്നെ അതെന്താണ്, വെൽഫെയർ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്. ഒരു ഇൻഡിവിജ്വൽസ് എന്ന നിലയിലോ ഒരു വലിയ ഗ്രൂപ്പ് എന്ന നിലയിലോ ഒരു സൊസൈറ്റി നമുക്ക് പറഞ്ഞിരുന്ന കുറച്ച് ടേംസ് ഒക്കെയാണ് ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ്സ് ഓഫ് കോഴ്സ് ഇറ്റ്സ് യൂണിവേഴ്സൽ ആണ്. എല്ലായിടത്തും, ഇപ്പോ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ലോക എല്ലാ രാജ്യങ്ങളിലും സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് ഉണ്ട് കേട്ടോ. പബ്ലിക് ഒപ്പീനിയൻ ആവാം, ലീഡർഷിപ്പ്, ലോ, ഐഡിയോളജി, എന്ത് തരത്തിലാവാം. റിലീജിയൻ ഒക്കെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സോഷ്യൽ കൺട്രോൾ ആണ്. അപ്പോൾ അടുത്ത് എന്തൊക്കെയാണ് സോഷ്യൽ കൺട്രോളിന്റെ മീൻസ് എന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ ഒരു നല്ലൊരു സോഷ്യൽ കൺട്രോൾ ആണ്. കാരണം നമ്മൾ ഒരു വീട്ടിൽ നിന്നൊക്കെ പുറത്തോട്ട് പോയി ആൾക്കാരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, സൊസൈറ്റിയിൽ ആരോട് എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ കുറച്ച് എൽഡേഴ്സിനെ എങ്ങനെയൊക്കെ ബഹുമാനിക്കണം എന്നൊക്കെ നമുക്ക് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം വഴിയാണ് അല്ലേ. നമ്മൾ ഈ ഒരു ക്ലാസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ കുറെ കുറെ പുതിയ കാര്യങ്ങൾ സോഷ്യലൈസേഷൻ വഴിയൊക്കെ പഠിക്കുന്നു. അതൊരു സോഷ്യൽ കൺട്രോളിന്റെ ഒരു ഇതാണ്. ലോ ഓഫ് കോഴ്സ് ഉണ്ട്. നമ്മളുടെ ട്രഡീഷൻ ഉണ്ട്. ഇപ്പോ ചിലർക്ക് വെസ്റ്റേൺ ഡ്രസ്സ് പോലുള്ളതൊക്കെ ധരിക്കാൻ താല്പര്യം ഉണ്ടാവും. അത് തെറ്റെന്നല്ല, അത് സോഷ്യൽ കൺട്രോൾ എന്ന നിലയിൽ കുറച്ച് ട്രഡീഷൻ കൂടെയൊക്കെ വരുമ്പോൾ, അവരുടെ കസ്റ്റംസ് ഒക്കെ വരുമ്പോൾ, ഇപ്പോ ഇന്ന തരത്തിലുള്ള ആൾക്കാർ അത്രയും അങ്ങനത്തെ ഡ്രസ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് സൊസൈറ്റി ചെറിയൊരു സാധനങ്ങളൊക്കെ പറയത്തില്ലേ. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ റിലീജിയൻ വരുന്നുണ്ട്, പ്രൊപ്പഗൻഡ വരുന്നുണ്ട്, പബ്ലിക് ഒപ്പീനിയൻ, ലാംഗ്വേജ് ഒരു സോഷ്യൽ കൺട്രോൾ ആണ്, പണിഷ്മെന്റ് ആൻഡ് റിവാർഡ്, ഹാബിറ്റ്സ്, നമ്മുടെ ശീലങ്ങളെല്ലാം സോഷ്യൽ കൺട്രോളിന്റെ ഒരു മീൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അടുത്ത് വരുന്നത് രണ്ട് ടൈപ്സ് ആണ്. എന്താണ്? ഡയറക്റ്റ് കൺട്രോളും ഇൻഡയറക്റ്റ് കൺട്രോളും. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു സൊസൈറ്റി തരുന്ന കൺട്രോളും ഇൻഡയറക്റ്റ് ആയിട്ട് തരുന്നത്. ഡയറക്റ്റ് കൺട്രോളിൽ നമുക്കറിയാം, വെരി ക്ലോസ് പേഴ്സൺസ്, പാരന്റ്സോ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. നമ്മുടെ ബിഹേവിയർ ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഒരു നല്ല ആളാവണം എന്ന് പറഞ്ഞു തരികയാണ്. അതിനാണ് ഡയറക്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതെന്താണ്, കുറച്ച് മോർ ആൻഡ് ഡ്യൂറബിൾ ആണ് അല്ലെ. കുറച്ചുകൂടെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഡയറക്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ആകുമ്പോൾ നേരെ തിരിച്ചാവും. അത് എന്തെങ്കിലും സോഷ്യലോ എന്തെങ്കിലും ഫിസിക്കലോ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, എൻവയോൺമെന്റിന് ചുറ്റുമുള്ള ഇത്, നമുക്ക് നാട്ടുകാർ വഴിയെ പോകുന്ന ഒരാൾ പറയാണ്, എടാ അവിടെ ഇങ്ങനെ പയ്യെ പോകണം, അത് ആക്സിഡന്റ് ആവാൻ സാധ്യത, അത് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ്. ഇതിനെന്താ, ഇത് ലെസ് ആണ്, ഷോർട്ട് ലീവ്ഡ് ആണ്, നമുക്ക് അത്ര വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാൻ തോന്നത്തില്ല അല്ലെ. ഇൻഡയറക്റ്റ് കൺട്രോളിന് അങ്ങനെയാണ് വരുന്നത്. അടുത്ത്
അടുത്ത് പോസിറ്റീവ് കൺട്രോളും നെഗറ്റീവ് കൺട്രോളും. ഡയറക്റ്റ് ഇൻഡയറക്റ്റും പോലെ പോസിറ്റീവ് കൺട്രോളും നെഗറ്റീവ് കൺട്രോൾ. പോസിറ്റീവ് പേര് പോലെ തന്നെയാണ്. നമുക്ക് നല്ലൊരു നല്ല കാര്യങ്ങളാണെന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന് അതിലെന്താണ് ഒരു റിവാർഡ് ഉണ്ട്, ഒരു ബെനിഫിറ്റ് ഉണ്ട്, എന്നാലേ സോഷ്യൽ അപ്രൂവൽ കിട്ടൂ എന്നുള്ള രീതിയിൽ നമ്മളൊരു പോസിറ്റീവ് മോട്ടിവേഷൻ തന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ്. അങ്ങനത്തെ കൺട്രോളിനെയാണ് ഈ പോസിറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു റിവാർഡ് കിട്ടും. എന്നാലേ അതായിരിക്കും നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമെന്ന് ഒരു പോസിറ്റീവ് തരത്തിൽ നമുക്ക് ഉള്ളിൽ തോന്നുകയാണ്. അത് പോസിറ്റീവ് കൺട്രോൾ ആണ്. നെഗറ്റീവ് കൺട്രോൾ ആകുമ്പോൾ ഓഫ് കോഴ്സ് അത് എന്താണ് ഒരു ലോ ബ്രേക്ക് ചെയ്യാണ്. അതൊരു നെഗറ്റീവ് ലോ ബ്രേക്ക് ചെയ്യാണ്. അത് ഡിസ്കറേജ്മെന്റ് ആണ്, പണിഷ്മെന്റിലോട്ടൊക്കെ ഇത് ചെയ്യും. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ രണ്ട് വേർഡ് നോക്കേണ്ടത്, ഒന്ന് റിവാർഡും അടുത്ത് ഒന്ന് പണിഷ്മെന്റും. ഈ രണ്ട് വേർഡ്സും രണ്ട് ക്ലാസിഫിക്കേഷൻസിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് എഴുതുക. ഓക്കെ, അടുത്ത് വരുമ്പോൾ ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും. ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ സോഷ്യൽ ഏജൻസീസ് നമുക്ക് ക്ലിയർലി ഡിനോട്ട് ചെയ്ത് തരും എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അല്ലേ. നിങ്ങളിപ്പോ കോഴ്സ് പഠിക്കുമ്പോൾ കാണും നിങ്ങൾക്ക് യൂണിഫോമിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുത്തണം, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുത്താൻ പാടില്ല എന്ന് നിങ്ങളിപ്പോ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ പറയുന്നുണ്ടാവും. അത് കറക്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതാണ്. അൺഓർഗനൈസ്ഡ് ആകുമ്പോൾ പറയാൻ പറ്റില്ല എന്തെങ്കിലും റൈറ്റ്സോ ഇപ്പൊ ഇങ്ങനെ ഒരു പൂജ അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസോർഗനൈസ്ഡ് അപ്പോൾ തോന്നിയത് അപ്പോൾ പറഞ്ഞ് അങ്ങനത്തെ ഒരു തൽക്കാലമായിട്ടുള്ള കാര്യമാണ് അൺഓർഗനൈസ്ഡിൽ വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ഓർഗനൈസ്ഡ് ഉണ്ട്, അൺഓർഗനൈസ്ഡ് ഉണ്ട്. അടുത്ത് വരുമ്പോൾ ഓട്ടോക്രാറ്റിക്കും ഡെമോക്രാറ്റിക്കും. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സിൽ പഠിച്ചു കാണും എന്താ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പും ഡെമോക്രാറ്റിക് ലീഡർഷിപ്പും ഒക്കെ. അപ്പൊ അതിൽ വരുന്നതുമാണ് എന്താ ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഏകാധിപത്യമാണ് അല്ലേ. നിങ്ങൾ അതേ ചെയ്യാവൂ എന്ന് ഒരാളിരുന്ന് പറയുകയാണ്. എന്തോ ത്രെട്ടോ ടോർച്ചറോ വഴി നിങ്ങൾ അത് ചെയ്തേ പറ്റൂ, അത് മാത്രമേ ചെയ്യാവൂ എന്നുള്ള കാര്യമൊക്കെ ഓട്ടോക്രാറ്റിൽ പറയാം. ഞാൻ പഠിച്ചതൊക്കെ എന്താണ് ഹിറ്റ്ലർ ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വെച്ചത്. കാരണം പുള്ളി ഒരു ഏകാധിപതി ആയിരുന്നല്ലോ. പുള്ളി പറയുന്നത് മാത്രമേ അവിടെ നടക്കാവൂ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഹിറ്റ്ലറിനെ ഓർത്താൽ ഈ ഓട്ടോക്രാറ്റ് അത് ലീഡർഷിപ്പ് പഠിച്ചാലും ഇത് സോഷ്യൽ കൺട്രോൾ ഓട്ടോക്രാറ്റ് സോഷ്യൽ കൺട്രോൾ പഠിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇത് ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ എന്താ, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, ജനാധിപത്യമാണ്. നമ്മൾ തന്നെ നമുക്കും ഒരു വോയിസ് ഉണ്ട്. അത് അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പരമായിട്ട് അവരും ഒരു കണക്ട് ചെയ്ത് മൊത്തത്തിലൊരു ബിഹേവിയർ കൊണ്ടുവരുന്നു. അപ്പൊ അതാണ് ഡെമോക്രാറ്റിക് സോഷ്യൽ കൺട്രോൾ പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ടു ബിഹേവ് ഇൻ അക്കോർഡൻസ്. ഒരു ഡെമോക്രാറ്റിക് നോംസ്, ഒരു ജനാധിപത്യ നോംസിൽ നമുക്ക് വരുന്ന ഒരു കൺട്രോളാണ് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്ത ഓഫ് കോഴ്സ് ഫോർമലും ഇൻഫോർമലും. ഫോർമൽ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലേ. ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഇപ്പോ ഓരോ സെറ്റ് ഓഫ് നോംസ് ഉണ്ട്. സ്ത്രീകൾക്ക് നേരെ ഇന്ന ക്ഷേമം പാടില്ല, ഇത് ഇത്ര നേരം ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കറക്റ്റ് സെറ്റ് ഓഫ് എല്ലാം ഇത് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വെൽ റിട്ടേൺ ആയിട്ട് പറയുന്ന ആ സാധനത്തിനെയാണ് നമ്മൾ എന്താണ് ഫോർമൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് നിയമം ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോ, പോലീസ്, ജയില്, ജുഡീഷ്യൽ കാര്യം, അങ്ങനെയൊക്കെ ഒരുപാട് പണിഷ്മെന്റും ട്രയൽസും കോടതി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു കൺട്രോളാണ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നോക്കിയതാണ് എന്താ ഏതെങ്കിലും ബിലീഫോ കസ്റ്റമോ ട്രഡീഷനോ പബ്ലിക് ഒപ്പീനിയനോ ഒക്കെ വെച്ച് നമുക്ക് കിട്ടുന്ന ഒരു സോഷ്യൽ കൺട്രോളാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ആ വേർഡ്സ് എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഏതാ പോസിറ്റീവ്, നെഗറ്റീവ്, ഫോർമൽ, ഇൻഫോർമൽ, ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ഇൻഫോർമൽ, ഫോർമൽ, അങ്ങനത്തെ വേർഡ്സ് മാത്രം ഒന്ന് യൂസ് ചെയ്ത് വെക്കുക. കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കി ഈസി ആയിട്ട് എഴുതുക. സിമ്പിൾ മാർക്സ് ആണ്. അപ്പോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.